പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇറാന് നേരെ അമേരിക്കയുടെ ആക്രമണം തുടങ്ങി. തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. യുഎസുമായി ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ പുതിയ ആക്രമണത്തോടെ വീണ്ടും അനിശ്ചിതത്വത്തിലായി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്നാണ് യുഎസ് വിശദീകരണം. ഇറാൻ കപ്പലുകളെ ആക്രമിക്കുന്നത് തുടർന്നാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫ് മേഖലകൾക്ക് നേരെയാണ് ഇപ്പോഴും ആക്രമണം നടക്കുന്നത്. കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ബഹ്റിനിൽ അപായ സൈറൻ മുഴങ്ങി. ആക്രമണം നേരിടുന്നതായി കുവൈറ്റും അറിയിച്ചു. അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം നടന്നത്. വലിയ ആക്രമണമാണ് ഉണ്ടായതെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇന്നലെ 15 ഡ്രോണുകളും മിസൈലുകളും തകർത്തു. ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളും തീരദേശ സൈനിക കേന്ദ്രങ്ങളുമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ബന്ദർ അബ്ബാസ്, ജബഹാർ, കൊനാറക്, സിറിക് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങളുണ്ടായി. പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകളുടെ അവസാന ദിവസം യുഎസ് ഇറാനിൽ വീണ്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ആശങ്കയുണ്ടാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.